നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പട്ടാമ്പി ആമയൂരിൽ നിന്നും 11 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. വിളയൂർ കുരാച്ചിപ്പടി സ്വദേശി കൃഷ്ണദാസനെയാണ് പട്ടാമ്പി എക്സൈസ് സംഘം പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പട്ടാമ്പി എക്സൈസ് റേഞ്ച് പാർട്ടി സംഘം നടത്തിയ പരിശോധനയിൽ ആമയൂരിൽ വെച്ച് 11 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവിനെ പിടികൂടി. വിളയൂർ കുരാച്ചിപ്പടി സ്വദേശി മുളയ്ക്കൽ വീട്ടിൽ കൃഷ്ണദാസാണ് പിടിയിലായത്. ഇയാൾക്ക് 38 വയസ്സാണ്. മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി വിളയൂർ കുരാച്ചിപ്പടി ഭാഗങ്ങളിൽ മദ്യവിൽപ്പന നടത്തി വരുന്നതായി പരാതി ലഭിച്ചിരുന്നു. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ പി അനീഷ് മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാളെ പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വസന്തകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ER രാജേഷ്, നിതിൻ, CA ലിൻഡേഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിഞ്ചു പ്രസാദ് എന്നിവരും പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. തണ്ടറിന്റെ ഭാഗമായി ആമയൂർ ഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 22 കുപ്പികളിലായി 11 ലിറ്റർ മദ്യം വിൽപ്പനയ്ക്കായി കൊണ്ടുപോയ വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോയ കൂരാച്ചിപ്പടി മുളയ്ക്കൽ വീട്ടിൽ കൃഷ്ണദാസിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ടിയാന്റെ വാഹനം പിടിച്ചെടുത്തിട്ടുള്ളതുമാണ്. ടിയാനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി വ്യാപകമായ പരിശോധനകൾ തുടരുന്നതാണ്. പൊതുജനത്തിനും മറ്റുള്ള ആളുകൾക്കും ഇവിടുത്തെ 9400069523 എന്ന നമ്പറിൽ വിളിച്ച് പരാതികൾ അറിയിക്കാവുന്നതാണ്. റോഡരികിലെ അനധികൃത പാർക്കിംഗ്. തൃത്താല സെന്ററിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ഒപ്പം കാൽനടയാത്രക്കാരും ദുരിതത്തിൽ. ടൗണിലെ അനധികൃത വാഹന പാർക്കിംഗ് മൂലം തൃത്താല സെന്ററിൽ പതിവ് യാത്രാക്ലേശം വൻ ദുരിതമായി മാറുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ റോഡരികുകൾ കയ്യേറി നിർത്തിയിടുന്നതാണ് ഇവിടെ വൻ ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും ഒരേ സമയം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ബാക്കി വരുന്ന ഇടുങ്ങിയ വഴിയിലൂടെ തിങ്ങിഞ്ഞിരുങ്ങിയാണ് മറ്റു വാഹനങ്ങൾ കടന്നുപോകുന്നത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളെത്തുമ്പോൾ ടൗൺ പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയാണ്. ബുധനാഴ്ച ഉച്ചയോടെ KSRTC ബസ്സും സ്വകാര്യ ബസ്സും ഇത്തരത്തിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്കിടയിൽപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ റോഡരികിൽ നിർത്തിയിട്ട വാഹനം മാറ്റിയ ശേഷമാണ് ബസ്സുകൾക്ക് കടന്നുപോവാനായത്. ഇത് തൃത്താല സെന്ററിലെ സ്ഥിരം കാഴ്ചയാണ്. വൈകുന്നേര സമയങ്ങളിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാകും. നിയമം നടപ്പിലാക്കേണ്ട പോലീസ് വാഹനങ്ങൾ പോലും പലപ്പോഴും ഈ കുരുക്കിൽപ്പെട്ട് മിനിറ്റുകളോളം കിടക്കേണ്ടി വരുന്ന അവസ്ഥയുമുണ്ട്. വാഹനങ്ങൾ റോഡരികുകൾ പൂർണ്ണമായി കയ്യേറുന്നതോടെ കാൽനടയാത്രക്കാർക്ക് നടപ്പാതകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജീവൻ പണയം വെച്ച് റോഡിന്റെ നടുവിലൂടെ നടക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും. ഇതിനു പുറമെ വലിയ വാഹനങ്ങളിൽ റോഡരികിൽ നിർത്തിയിട്ടുള്ള താൽക്കാലിക കച്ചവടങ്ങളും കുരുക്കിന്റെ ആക്കം കൂട്ടുന്നു. അനധികൃത പാർക്കിങ്ങിനെതിരെ പോലീസും പ്രാദേശിക അധികൃതരും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓങ്ങല്ലൂർ പൊയ്തൂരിൽ വീട്ടുവളപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പൊയ്ലൂർ സ്വദേശിനി ജയന്തിയുടെ വീട്ടുവളപ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇവരുടെ അമ്മാവനാണ് മരിച്ച ചന്ദ്രൻ. വാടാനംകുറിച്ചി പൊയ്ലൂരിൽ വീട്ടുമുറ്റത്ത് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ ആളെ തിരിച്ചറിഞ്ഞു. വീട്ടുടമയുടെ അമ്മാവനും കൊണ്ടൂർക്കര സ്വദേശിയുമായ ചന്ദ്രശേഖരനാണ് മരിച്ചത്. സ്വത്ത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇയാളെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ വാടാനംകുറിച്ചി പൊയ്ലൂർ AS ഭവനത്തിൽ ജയന്തിയുടെ വീട്ടുമുറ്റത്താണ് തെങ്ങിൻ ചുവട്ടിലായി കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടത്. ജയന്തി തന്നെയാണ് ആദ്യം മൃതദേഹം കാണുന്നത്. തുടർന്ന് അയൽവാസികളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. മൃതദേഹത്തിന് സമീപത്തു നിന്നും പണവും ലൈറ്ററും ഗുളികയും തുവാലയും കത്തിക്കരിഞ്ഞ നിലയിൽ ചെരുപ്പും കണ്ടെത്തിയിരുന്നു. എന്നാൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മരിച്ച വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ രൂപം പോലീസ് നൽകാതിരുന്നത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കൊണ്ടൂർക്കര സ്വദേശി ചന്ദ്രശേഖരൻ തന്നെയാണ് മരിച്ചതെന്ന് വ്യക്തമായത്. ജയന്തിയുടെയും മരിച്ച ചന്ദ്രശേഖരന്റെയും കുടുംബസ്വത്തായി ഓങ്ങല്ലൂരിലെ സ്ഥലം ഭാഗം വെച്ച് വീതിച്ചെടുക്കാൻ കുടുംബത്തിലുള്ള ബാക്കി അവകാശികൾ തീരുമാനിച്ചെങ്കിലും ജയന്തി ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഇക്കാര്യം പറഞ്ഞ് ചന്ദ്രൻ പലതവണ ജയന്തിയെ ഭീഷണി മുഴക്കിയതായും പറയുന്നുണ്ട്.
മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവരെ വിളിച്ച് ഒപ്പിടണമെന്ന് ആവശ്യപ്പെട്ടതായി ജയന്തി പോലീസ് നൽകിയ മൊഴിയിലും പറയുന്നു. മരിക്കുന്നതിന് തലേ ദിവസം സുഹൃത്തിനെ വിളിച്ച് താൻ മരിക്കാൻ പോവുകയാണെന്നും ഇയാൾ പറഞ്ഞതായും പോലീസിന് മൊഴി ലഭിച്ചു. ചൊവ്വാഴ്ച രാത്രിയോടെ പൊയിലൂരിലെ വീട്ടിലെത്തിയ ചന്ദ്രശേഖരൻ ജയന്തിയുടെ വീട്ടിലെ വാതിൽ തട്ടിയെന്നും എന്നാൽ ഇയാളെന്ന് മനസ്സിലായപ്പോൾ ജയന്തി വാതിൽ തുറന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഇയാൾ ശരീരത്തിൽ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പറയുന്നത്. തീ കത്തുമ്പോൾ ശരീരത്തിന് ജീവനുണ്ടായിരുന്നുവെന്നും കരിയും പുകയും ആന്തരികവായുങ്ങളിലേക്ക് വളരെ വ്യാപിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി ഷാജു കെ എബ്രഹാം, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിജയകുമാർ, ഇൻസ്പെക്ടർ പി വിഷ്ണു, SI KP അശ്വിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ മദ്രസാധ്യാപകൻ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുനമുച്ചി മുക്കൂട്ട റോഡിൽ ലക്കി സ്റ്റാർ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം നടന്നത്. മാരായംകുന്ന് ജുമാ മസ്ജിദിലെ മദ്രസാധ്യാപകൻ പള്ളി ആവശ്യങ്ങൾക്കായുള്ള പിരിവിനായി പോകുന്നതിനിടെയായിരുന്നു സംഭവം. സ്കൂട്ടറിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വാഹനം നിർത്തി ചാടിയിറങ്ങിയതിനാലാണ് വലിയ അപകടം ഒഴിവായത്. നിമിഷങ്ങൾക്കകം തന്നെ തീ ആളിപ്പടരുകയും മിനിറ്റുകൾക്കുള്ളിൽ സ്കൂട്ടർ പൂർണ്ണമായും കത്തിയമരുകയും ചെയ്തു. റോഡിൽ മറ്റു വാഹനങ്ങൾ കുറവായിരുന്ന സമയത്തായതും വൻ ദുരന്തം ഒഴിവാക്കി. സംഭവം കണ്ട് നാട്ടുകാരും ഓടിക്കൂടി. തളി നെഹ്റു സ്മാരക വായനശാലയുടെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തളി വായനശാലയിൽ നടന്ന ചടങ്ങ് വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PV വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് PA ഹമീദ്, യോഗ ഇൻസ്ട്രക്ടർ U കവിത ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിസാമോൾ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹീമോഗ്ലോബിൻ എന്നിവയുടെ സൗജന്യ പരിശോധനയും ഉണ്ടായിരുന്നു. പട്ടാമ്പിയിൽ MLA എക്സലൻസ് അവാർഡ് ദാനം ഈ മാസം 19-ന് നടക്കും. ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെയും വിവിധ മേഖലകളിലെ പ്രതിഭകളുടെയും നേട്ടങ്ങളെ ആദരിക്കുന്നതിനായാണ് പട്ടാമ്പി MLA മുഹമ്മദ് മൂസിന്റെ നേതൃത്വത്തിൽ MLA എക്സലൻസ് അവാർഡ് ആൻഡ് ശ്രദ്ധ എജു ഫെസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നത്. ഇത്തവണ ജൂലൈ 19-ന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഇതിന്റെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. നമ്മുടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിലെ ടാലന്റുകളായിട്ടുള്ള വിവിധ മേഖലയിൽ വലിയ കഴിവ് തെളിയിച്ച ആളുകൾക്ക് ഒരു അംഗീകാരം നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണല്ലോ നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആളുകൾ വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയമോ ജാതി മതമോ ഒന്നും ഇല്ലാതെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടാണ് നടത്താറ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും എല്ലാ സംഘടനകളുടെ പ്രതിനിധികളും അതുപോലെ തന്നെ മറ്റെല്ലാവരും ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്രാവശ്യവും നമ്മൾ അതേപോലെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആമയൂര് OPH വെച്ചിട്ടാണ് നടത്തിയത്. ഇപ്രാവശ്യം നമ്മൾ കാരണം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ഒരു സമയം എന്നുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് ചിലപ്പോൾ അത്ര വലിയൊരു മൊബിലൈസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ പട്ടാമ്പി കോളേജിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആരെങ്കിലും മന്ത്രിമാർ അത് ഉദ്ഘാടനം ചെയ്യാൻ വരും. സമയത്തിന്റെ പ്രശ്നം വരികയാണെങ്കിൽ ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള രീതിയിലേക്ക് ആക്കും. MLAയുടെ അധ്യക്ഷതയിലായിരുന്നു സംഘാടക സമിതി രൂപീകരണ യോഗം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. 19-ന് രാവിലെ 9 മണിക്ക് ചടങ്ങ് ആരംഭിക്കും. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിലായിരിക്കും പ്രതിഭാ പുരസ്കാരം സമ്മാനിക്കുന്നതെന്നും മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള തൃശൂർ മേര യുവഭാരതിന്റെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. തളി വായനശാലയിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PV വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് TPA ഹമീദ്, യോഗ ഇൻസ്ട്രക്ടർ കവിത ലക്ഷ്മി, ധന്യ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ P രതീഷ് ക്ലാസ് എടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കലും ഉണ്ടായി. പട്ടാമ്പിയിൽ അലഞ്ഞു നടന്നിരുന്ന വിളയൂർ സ്വദേശി ശിവനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വെളിയൂരിലും പെരുമുടിയൂരിലും പട്ടാമ്പിയിലുമെല്ലാം തെരുവോരങ്ങളിൽ അലഞ്ഞു നടന്നിരുന്ന പേരടിയൂർ ഉണ്ണിയൻ പുലാക്കൽ ശിവനെയാണ് കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിലെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 60 വയസ്സാണ്. മാനസിക അസ്വസ്ഥതയുള്ള ഇയാൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പട്ടാമ്പിയിലെ റോഡരികിൽ കിടക്കുന്നുണ്ടായിരുന്നു.
തുടർന്ന് പോലീസ് ഇടപെട്ട് ഇയാളെ പട്ടാമ്പി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ ഇദ്ദേഹത്തെ പിന്നീട് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പോലീസിന്റെ നേതൃത്വത്തിൽ ഇയാളെ ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച വിവരം വ്യക്തമാകുന്നത്. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കൂറ്റനാട് ചാത്തന്നൂരിൽ 97-കാരനെ വീടിനോട് ചേർന്ന ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാത്തന്നൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന പുഞ്ചയിൽ കുഞ്ഞനാണ് തൂങ്ങി മരിച്ചത്. കാലത്ത് 10:30-ഓടെയായിരുന്നു സംഭവം. വീടിന്റെ സമീപത്തെ ഷെഡിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പാർവതി, ഉണ്ണികൃഷ്ണൻ, സരോജിനി, വേലായുധൻ, സുബ്രഹ്മണ്യൻ എന്നിവർ മക്കളാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.